നാളിതുവരെ ഞങ്ങളുടെ ഇടവകയാവുന്ന വലിയ കുടുംബത്തെ അനുഗ്രഹിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേൽ ജനതയെ ചരിത്ര വഴികളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചതുപോലെ ഞങ്ങളെയും രക്ഷയുടെ തീരത്തേക്ക് നയിക്കണമേ. 1025 വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇടവകയെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് തീക്ഷണതയോടെ ജീവിച്ച് സ്നേഹത്തോടും ഐക്യത്തോടും കൂടി വളരുവാൻ അനുഗ്രഹിക്കണമേ. ഇടവക സ്ഥാപിക്കാനും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ പൂർവികർക്ക് സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇടവകയെ നയിച്ചവരും നയിക്കുന്നവരുമായ എല്ലാ ആത്മീയ പിതാക്കന്മാരെയും സന്യസ്തരെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ജ്വലിപ്പിക്കണമേ. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും നാനാജാതി മതസ്ഥരെയും ഇവിടെ വന്നു പോകുന്ന എല്ലാ തീർത്ഥാടകരെയും അവിടുത്തെ കൃപയാൽ ധന്യമാക്കണമേ. ഞങ്ങളുടെ ഈ ജൂബിലി ആഘോഷങ്ങൾ ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും നാടിനും അനുഗ്രഹദായകമാകട്ടെ. ആമേൻ. ദിവ്യകാരുണ്യേശോയേ, ഇടവക മധ്യസ്ഥയെ പരിശുദ്ധ കന്യകാമറിയമേ, സെബസ്ത്യാനോസേ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു.
കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേകം രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികൾ നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ വസ്തുക്കളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവ്വം ത്യജിക്കുവാനും ഔന്നത്യമായ പീഡകൾ സഹിക്കുവാനും അവസാന രക്തസാക്ഷിയെ മരിക്കുവാനും വിശ്വസ്തനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനെതിരാകുന്ന സകല പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം തെറ്റിക്കുന്നതിനേക്കാൾ മരണം വഹിക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.
കാലം അത്രയും ഞങ്ങളുടെ ഇടവകയ്ക്ക് വിദേശത്തും അങ്ങ് നൽകിയ എല്ലാ കൃപകളിലും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ഭവനത്തെയും എല്ലാ ഭാരവാഹികളെയും സമ്മതമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവികരെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും കടാക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സ്നേഹ സെബസ്ത്യാനോസിന്റെയും തിരുസ്വരൂപങ്ങൾ ഈ ഭവനത്തിലേക്ക് ഭക്ത്യാദരവോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്നും ഇവരുടെ സാന്നിധ്യവും പ്രാർത്ഥന സഹായവും ഇവിടെ ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. യേശുനാഥ, പരിശുദ്ധമ്മയുടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും യോഗ്യതകൾ പരിഗണിച്ച് പ്രാർത്ഥന സഹായം തേടുന്ന ഈ ഭവനത്തെയും ഞങ്ങൾ എല്ലാവരെയും ഈ ജൂബിലി വർഷത്തിലും തുടർന്നും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മരുന്നിന്റെ സുസ്ഥിരത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഋതുപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.